പറഞ്ഞാൽ എന്തായാലും ശരിയാവില്ല. കാരണം ഈ ശുണ്ഠി ശ്വാസമില്ലേ, ഇനി പറഞ്ഞാൽ എന്തായാലും ശരിയാവില്ല. കാരണം ഈ ശുണ്ഠി ശ്വാസമില്ലേ, ഇനി പറഞ്ഞാൽ എന്തായാലും ശരിയാവില്ല. കാരണം ഈ ശുണ്ഠി ശ്വാസമില്ലേ, ഇനി പറഞ്ഞാൽ എന്തായാലും ശരിയാവില്ല. കാരണം ഈ ശുണ്ഠി ശ്വാസമില്ലേ. മോനെ അലി, എടാ 70 കോടി ഉറുപ്പ്യ ഞാൻ വല്ലവരടുത്ത് പൈസ പറ്റിയതുണ്ട്. ആ പൈസ ഈ ആൾക്കാർക്ക് കൊടുക്കേ. ഇതിൻ്റെയൊക്കെ ഒരു തെറ്റ് പറ്റിയതാണ്. എടാ അലി, ആ പൈസ ഓർക്ക് കൊടുക്ക്. പോലീസുകാരെ പിന്നാലെ പോയിട്ട് ഒരു കാര്യമല്ല. ഒരു ന്യൂസിലും കാര്യത്തിലും ഒന്നും വേണ്ട. ഓർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കണ. ഓർക്ക് ഞാൻ കൊടുക്കേണ്ട പൈസയാണ്. ഓലെ ഞാൻ കുറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് 70 കോടി കൊടുത്തക്ക്. അല്ലാ, പോലീസിൻ്റെ പിന്നാലെ ന്യൂസിലും മറ്റോടത്തും ഒന്നും ഇനി പോയിട്ട് ഒരു കാര്യമല്ല. അല്ല മോനെ അലി, എടാ 70 കോടി ഉറുപ്പ്യ ഞാൻ വല്ലവരടുത്ത് പൈസ പറ്റിയതുണ്ട്. ആ പൈസ ഈ ആൾക്കാർക്ക് കൊടുക്കേ. ഇതിൻ്റെയൊക്കെ ഒരു തെറ്റ് പറ്റിയതാണ്. എടാ അലി, ആ പൈസ ഓർക്ക് കൊടുക്ക്. പോലീസുകാരെ പിന്നാലെ പോയിട്ട് ഒരു കാര്യമല്ല. ഒരു ന്യൂസിലും കാര്യത്തിലും ഒന്നും വേണ്ട. ഓർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കണ. ഓർക്ക് ഞാൻ കൊടുക്കേണ്ട പൈസയാണ്. ഓലെ ഞാൻ കുറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് 70 കോടി കൊടുത്തക്ക്. അല്ലാ, പോലീസിൻ്റെ പിന്നാലെ ന്യൂസിലും മറ്റോടത്തും ഒന്നും ഇനി പോയിട്ട് ഒരു കാര്യമല്ല. അല്ല. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പാലക്കാട് വ്യവസായിയെ തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിൽ നിർണായക ദൃശ്യങ്ങളും ഓഡിയോ സംഭാഷണവുമാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. കൊട്ടേഷൻ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വ്യവസായി മുഹമ്മദ് ഉള്ളപ്പോഴത്തെ ദൃശ്യങ്ങളാണിത്. പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സംഭാഷണങ്ങളും ന്യൂസ് 18 ലഭിച്ചു. തട്ടിക്കൊണ്ടുപോകലിന് കൊട്ടേഷൻ നൽകിയത് ഉന്നത രാഷ്ട്രീയ നേതാവെന്നാണ് സൂചന. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടെന്നും വിവരമുണ്ട്. കൊട്ടേഷൻ ഏറ്റെടുത്തത് കർണാടക കേന്ദ്രീകരിച്ചുള്ള മലയാളികളടങ്ങുന്ന ഗുണ്ടാ സംഘമാണ്. മോനെ അലി, എടാ 70 കോടി ഉറുപ്പ്യ ഞാൻ വല്ലവരടുത്ത് പൈസ പറ്റിയതുണ്ട്. ആ പൈസ ഈ ആൾക്കാർക്ക് കൊടുക്കേ. ഇതിൻ്റെയൊക്കെ ഒരു തെറ്റ് പറ്റിയതാണ്. എടാ അലി, ആ പൈസ ഓർക്ക് കൊടുക്ക്. പോലീസുകാരെ പിന്നാലെ പോയിട്ട് ഒരു കാര്യമല്ല. ഒരു ന്യൂസിലും കാര്യത്തിലും ഒന്നും വേണ്ട. ഓർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കണ. ഓർക്ക് ഞാൻ കൊടുക്കേണ്ട പൈസയാണ്. ഓലെ ഞാൻ കുറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് 70 കോടി കൊടുത്തക്ക്. അല്ലാ, പോലീസിൻ്റെ പിന്നാലെ ന്യൂസിലും മറ്റോടത്തും ഒന്നും ഇനി പോയിട്ട് ഒരു കാര്യമല്ല. പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. ഇതുവരെയും മുഖ്യപ്രതികളെ, അതായത് ഈ തട്ടിക്കൊണ്ടുപോകലിന് നേതൃത്വം നൽകിയ കൊട്ടേഷൻ സംഘത്തെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിനിടെയാണ് ന്യൂസ് 18 ഈ ശബ്ദ സംഭാഷണവും ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവിടുന്നത്. പ്രതികൾക്ക് ഒത്താശ ചെയ്തതിൻ്റെ പേരിൽ പനമണ്ണ സ്വദേശി അഭിജിത്തിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നാലെ 3 പേർ കൂടി പോലീസിന്റെ പിടിയിലായിരുന്നു. അതായത് കേസിൽ കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റിന് മുന്നിൽ കീഴടങ്ങാനെത്തിയ 3 പേരെ പോലീസ് കോടതി വളപ്പിൽ നിന്നാണ് പിടികൂടിയത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനീഷ്, ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സാമ്പത്തിക ഇടപാടാണ്, റിയൽ എസ്റ്റേറ്റ് ഇടപാടെന്ന വ്യക്തമായ സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇതിന് പിന്നിൽ ആരാണെന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. കൊട്ടേഷൻ നൽകിയതാരാണെന്നോ കൊട്ടേഷൻ ഏറ്റെടുത്തതാരാണെന്നോ വിവരം ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം 3 പേരെ കോടതിയിൽ കീഴടങ്ങാനെത്തിയപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവർ യഥാർത്ഥ പ്രതികളാണോ എന്ന് പോലും സംശയമുണ്ട്. ഡെമ്മി പ്രതികളാകാനുള്ള സാധ്യതയുമുണ്ട്. എന്താണ് ഈ ശബ്ദ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കാരണം ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൻ്റെ കൈവശമുള്ളപ്പോഴാണ് വ്യവസായിയായ മുഹമ്മദ് അലി സ്വന്തം മകൻ അയച്ച ശബ്ദ സന്ദേശം. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു, ഈ സംഘത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. പക്ഷെ അവിടെ വെച്ച് മകൻ അയച്ച ശബ്ദ സന്ദേശമാണിത്. ഇതിൽ ഏറ്റു പറയുന്നുണ്ട് താൻ ഒരാൾക്ക് 70 കോടി രൂപ കൊടുക്കാനുണ്ട്, തെറ്റുപറ്റിപ്പോയി എന്ന്. എന്താണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്? ആരാണ് ഈ സംഭവത്തിന് പിന്നിലെന്നാണ് സൂചന? അനീഷ്.
ടോം, നമുക്ക് ഈ ഏറ്റവും ഒടുവിൽ ഉണ്ടായ സംഭവങ്ങൾക്ക് മുമ്പ് ആരാണ് മുഹമ്മദ് അലി എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം എത്രമാത്രം വ്യാപ്തിയുള്ള ഒരു കൊട്ടേഷനാണ് ഇവിടെ നടന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ജിദ്ദ നാഷണൽ ആശുപത്രി, റയാൻ മെഡിക്കൽ ഗ്രൂപ്പ് എന്നിവയടക്കമുള്ള വലിയ ആശുപത്രി ജിദ്ദയിലെ ആശുപത്രി ശൃംഖലയുടെ മാനേജിംഗ് ഡയറക്ടറാണ് മുഹമ്മദ് അലി. ഒപ്പം ഇന്റർനാഷണൽ സ്കൂളുകളടക്കമുള്ള മറ്റു സ്ഥാപനങ്ങളുമുണ്ട്. അതായത് വലിയ തുകയിലുള്ള കോടികൾ കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തി വരുന്ന ഒരു വൻകിട ഇടപാടുകാരനാണ് മുഹമ്മദ് അലി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അദ്ദേഹം കേരളത്തിലെത്തിയ ശേഷം ജിദ്ദയിലേക്ക് മടങ്ങുന്നതിനായി കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യുന്ന വഴിയാണ് ശനിയാഴ്ച വൈകിട്ട് 6:30 മലപ്പുറം പാലക്കാട് ജില്ലകളുടെ അതിർത്തിയായ ആറങ്ങോട്ടുകര കോഴിക്കാട്ടിരി പാലത്തിന് സമീപം വെച്ച് നാടകീയമായ തട്ടിക്കൊണ്ടുപോകൽ അരങ്ങേറുന്നത്. അദ്ദേഹം ഇന്നോവ കാറിലുണ്ടായിരുന്ന അജ്ഞാത സംഘം അദ്ദേഹത്തെ തൂക്ക് ചൂണ്ടി വാഹനം നിർത്തിയ ശേഷം മുഹമ്മദ് അലിയെ സ്വന്തം വാഹനത്തിൽ നിന്നും ഇറക്കി അവരുടെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്ന ഒരു നടപടിയാണ് ഉണ്ടായത്. അതായത് ജിദ്ദയിലേക്ക് പോകാനുള്ള വാഹനത്തിൽ അദ്ദേഹം എയർപോർട്ടിലേക്ക് പോകും വഴി മാർഗമധ്യേ തടഞ്ഞു നിർത്തി തൂക്ക് ചൂണ്ടി അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുപോവുകയും അവരുടെ കസ്റ്റഡിയിലാക്കുകയും ചെയ്യുന്നു. തുടർന്ന് പാലക്കാട് ജില്ലയിലെ കോതക്കുറിശി എന്ന സ്ഥലത്തുള്ള ഒരു വീട്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയും അവിടെ തടവിൽ പാർപ്പിക്കുകയുമായിരുന്നു. എന്നാൽ ഈ തടവിൽ പാർപ്പിച്ചതിനിടെ അദ്ദേഹം അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്നും ഇറങ്ങി ഓടിയ അദ്ദേഹം വളരെ സാഹസികമായി അടുത്തുള്ള ഒരു പള്ളിയിലെത്തുകയും പള്ളിയിൽ അഭയം തേടുന്നു. പിന്നീട് പോലീസിനെയൊക്കെ അറിയിച്ച് അദ്ദേഹം ആശുപത്രിയിലേക്ക് മാറുന്നതടക്കമുള്ള സാഹചര്യം. വളരെ ഗുരുതരമായ രീതിയിലുള്ള പരിക്കുകൾ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. കാരണം ഈ കൊട്ടേഷൻ സംഘം അദ്ദേഹത്തെ വളരെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം മർദ്ദനത്തിൻ്റെ ഒരു ഇടവേളയിലാണ് ഈ നമ്മൾ മുമ്പ് പറയുന്ന ആ വോയിസ് നോട്ട് മകന് അയക്കുന്നത്. കാരണം 70 കോടി രൂപ പല സമയത്തായി ഈ ആളുകൾക്ക് താൻ കൊടുക്കാനുണ്ട്. ആ പണം നൽകിയില്ലെങ്കിൽ തൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ മാധ്യമങ്ങളെ അറിയിച്ചാലോ അല്ലെങ്കിൽ പോലീസിനെ അറിയിച്ചാലോ ഒന്നും ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് മുഹമ്മദ് അലി തൻ്റെ മകനോട് ആ വോയിസ് നോട്ടിൽ പറയുന്നത്. എന്തായാലും വലിയ ഇടപാടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നതെന്ന് വ്യക്തമാണ്. എന്തായാലും ഏത് സാഹചര്യത്തിലാണ് ഇയാൾ രക്ഷപ്പെട്ടത് എന്നത് ഇപ്പോഴും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഉച്ച ഭക്ഷണ സമയത്ത് അല്ലെങ്കിൽ ഈ സംഘങ്ങൾ ഉറങ്ങുന്ന സമയത്ത് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നത് ഇയാളെ തട്ടിക്കൊണ്ടുപോകാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തത് കർണാടകത്തിൽ നിന്നുള്ള കൊട്ടേഷൻ സംഘമാണ്. അവർ മദ്യപിച്ച ശേഷം മദ്യലഹരിയിൽ മയങ്ങിപ്പോയപ്പോഴാണ് ഈ മുഹമ്മദ് അലി ഈ കൊട്ടേഷൻ സംഘങ്ങളുടെ പക്കൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നീട് ഇതിന്റെ ഒരു ആദ്യ പ്രതിയെ തീർച്ചയായും അവിശ്വസനീയമായ കഥകളാണ്. സിനിമ കഥയെ പോലും വെല്ലുന്ന സംഭവവികാസങ്ങളാണ് അന്ന് നടന്നത് അനീഷ്. കാരണം ഈ മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോകുന്നു, അതിനിടെ ലഹരി ഉപയോഗിച്ച് മദ്യപിച്ച് ലക്ക് കെട്ട് പിന്നീട് കൊട്ടേഷൻ സംഘം ഉറങ്ങിപ്പോയപ്പോൾ അവിടെ നിന്നും മുഹമ്മദ് അലി രക്ഷപ്പെട്ടു എന്നാണ് പോലീസിന് മുഹമ്മദ് അലി തന്നെ നൽകിയ മൊഴി. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. മുഹമ്മദ് അലിയുടെ മൊഴികളിൽ അവ്യക്തതയുണ്ട്. കാരണം ഈ സംഘം പാലക്കാട് നിന്ന് മുഹമ്മദ് അലിയെ കർണാടകയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു പദ്ധതിയിട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴും പോലീസ് നൽകിയ മൊഴിയിൽ ഉൾപ്പെടെ മുഹമ്മദ് അലി എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വയ്ക്കുമ്പോൾ അതിൽ ചില സംശയങ്ങളില്ലേ. കാരണം മുഹമ്മദ് അലി പറയുന്നത് ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ടെന്നാണ്. ഇതിന് പിന്നിൽ ആരാണെന്ന് മുഹമ്മദ് അലിക്ക് ഒരുപക്ഷെ വ്യക്തമായ അറിവുണ്ടാകാം. 70 കോടി രൂപ ഒരാൾക്ക് നൽകാനുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതല്ല യഥാർത്ഥ കണക്ക്. അതിനും വലിയൊരു കൊട്ടേഷൻ ഇടപാടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് പനമണ്ണ സ്വദേശിയായ അഭിജിത്ത് എന്ന 26 വയസ്സുള്ള ആളെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ പിന്നീടാണ് നാടകീയമായ ചില നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നത്. പട്ടാമ്പി മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങാനായി 3 പേർ എത്തുന്നു. അവർ കീഴടങ്ങുന്ന വിവരം മജിസ്ട്രേറ്റിനെ അറിയിച്ച് കാത്തിരിക്കുന്നതിനിടെ ഇവരെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്നു. പട്ടാമ്പി ഡിവൈഎസ്പിയുടെ അടക്കമുള്ള ഷൊർണൂർ ഡിവൈഎസ്പി അടക്കമുള്ളവരുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം ഈ 3 പേരെയും അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പനമണ്ണ ആറുപുഴ ഷഹിൻ, അനങ്ങനാടി ഓവിങ്കൽ നജീബുദ്ദീൻ, പനമണ്ണ ഫൈസൽ ബാബു എന്നിങ്ങനെ 3 പേരാണ്
അറസ്റ്റിലാവുന്നത്. ഏറ്റവും കൗതുകരമായ കാര്യം, ഈ 3 പേർക്കെതിരെ ഈ അറസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് പിടികൂടുമ്പോൾ ഒരു FIR ഇടുകയോ അല്ലെങ്കിൽ ഇവരെ 3 പേരെയും പ്രതി ചേർക്കപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ 3 പേർ കോടതിയിൽ വന്ന് കീഴടങ്ങാൻ ഒരുങ്ങുന്നു. അതായത് ഈ മുഹമ്മദ് അലി എന്ന ആളെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട് തങ്ങളെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തങ്ങൾക്ക് കീഴടങ്ങാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ 3 പേരും കോടതിയിലെത്തുന്നു. പക്ഷേ മജിസ്ട്രേറ്റിനോട് അഭിഭാഷകൻ മുഖേന ഇക്കാര്യങ്ങൾ പറയുമ്പോൾ മജിസ്ട്രേറ്റ് കേസ് തിരയുന്നു, അല്ലെങ്കിൽ ഏത് FIR ആണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് തിരയുമ്പോൾ ഇവർക്കെതിരെ കേസെടുത്തില്ല എന്ന് പോലീസ് അറിയിക്കുന്നു. പിന്നീട് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഇവർക്കെതിരെ FIR ഇടുകയും ചെയ്യുന്നു. അവിടെ തന്നെ വലിയ ദുരൂഹതയുണ്ട്. കാരണം മലപ്പുറത്തു നിന്നുള്ള അല്ലെങ്കിൽ ഈ പനമണ്ണക്കാരായ 3 പേർ വന്ന് എന്തിനിങ്ങനെ കോടതിയിൽ സ്വമേധയാ കീഴടങ്ങണം? അവർക്കെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല, അവർക്കെതിരെ ഒരു കേസെടുത്തിട്ടില്ല. പക്ഷേ എന്തിനവർ വന്ന് കീഴടങ്ങണം എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തമാകുന്നത്. എന്തായാലും അവർ കീഴടങ്ങിയ ശേഷമാണ് 3 പേർക്കെതിരെയും പോലീസ് FIR ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങേയറ്റം പ്രൊഫഷണലായ കൊട്ടേഷൻ സംഘങ്ങൾ തന്നെയാണ് ഈ കൃത്യത്തിന് പിന്നിലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കർണാടകത്തിൽ നിന്നുള്ള കൊട്ടേഷൻ സംഘങ്ങളാണ് ഈ ചുമതല ഏറ്റെടുത്തത്. ഉന്നത രാഷ്ട്രീയ ബന്ധം ഈ കേസിലുണ്ട് എന്ന് ഏറ്റവും പ്രകടമായി തന്നെ നമുക്ക് മനസ്സിലാവുന്നു. അങ്ങനെയുള്ള കൊട്ടേഷൻ കർണാടകത്തിൽ ഏറ്റെടുക്കുകയും ആ പ്രതികൾ ഇയാളെ കർണാടകത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും പിന്നീട് പാതി വഴിയിൽ ഈ ദൗത്യം അലസിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യം. പക്ഷേ 3 പ്രതികളെ പോലീസിന് ഇട്ട് നൽകുകയാണെന്ന് നമുക്ക് കരുതേണ്ടി വരും. കാരണം സ്വയം പോലീസിലേക്ക് എത്തി അല്ലെങ്കിൽ സ്വയം കോടതിയിലേക്ക് എത്തി കീഴടങ്ങി പ്രതികളായി മാറുന്ന സാഹചര്യം. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഇടപാടുകളിൽ പലതും വലിയ ദുരൂഹമാണ്. 70 കോടി രൂപ നൽകാനുണ്ട് എന്ന് മകനോട് കൃത്യമായി തന്നെ ഇയാൾ പറയുന്നു. അതായത് അനീഷ് പ്രതികളാണോ എന്ന് സംശയിക്കണോ അനീഷ്? ഇവിടെ 3 പ്രതികൾ, പോലീസ് ഈ കൊട്ടേഷൻ സംഘത്തെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോഴാണ് മജിസ്ട്രേറ്റിന് മുൻപാകെ കീഴടങ്ങാൻ 3 പേരും എത്തുന്നത്. അതിനിടെ പോലീസ് നാടകീയമായി കോടതി വളപ്പിൽ നിന്നും 3 പേരെയും പിടികൂടുന്ന സാഹചര്യവും ഉണ്ടായി. ഈ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് യഥാർത്ഥ പ്രതികളല്ല എന്ന് തന്നെയാണോ? കാരണം യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്താനുള്ള ഒരു എന്തെങ്കിലും സാധ്യതയുണ്ടോ? പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം എന്താണ്? ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിന് ഇതിൽ ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ, അതും ഈ വടക്കൻ ജില്ല കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തി, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുള്ള വ്യക്തി, വലിയ ബിസിനസ് സംരംഭങ്ങളുള്ള വ്യക്തി, അങ്ങനെ ഒരാളിലേക്കാണ് അന്വേഷണം നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും അത്തരം വലിയ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളിലേക്കാണ് അന്വേഷണം നീങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ കേരളത്തിൽ കേവലം കാണുന്ന ഇടപാടുകൾക്കും അപ്പുറം വലിയ $1 ബില്യൺ ഇടപാടുകൾ നടത്തുന്ന ആളാണ് മുഹമ്മദ് അലി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം സമകാലികമായി നൽകുന്ന ഇടപാടുകളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം ഒരു വലിയ താപ്പാനയാണ്, അല്ലെങ്കിൽ വലിയ സമ്പന്നനായ ആളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ ഈ സമ്പന്നതയ്ക്കപ്പുറം പലപ്പോഴും പല വിധത്തിലുള്ള ആരോപണങ്ങളും ഇദ്ദേഹത്തിന് എതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ സൗദിയിലെ ഇദ്ദേഹം നടത്തുന്ന ഹെൽത്ത് കെയർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടും ആശുപത്രിയുമായി ബന്ധപ്പെട്ടൊക്കെ പലപ്പോഴും പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്തൊക്കെ ചികിത്സ നൽകിയതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഈ സൗദി പൗരന്മാർക്കായി സൗദി സർക്കാർ നൽകിയ ചില സേവനങ്ങൾ വഴിയുമായി ബന്ധപ്പെട്ടൊക്കെ ചില ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില നിയമ നടപടികൾ നടക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ചികിത്സയ്ക്കായി ഇൻഷുറൻസ് ആണ് കൂടുതൽ ആളുകൾ അവിടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത്. അത്തരം ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ചില ബ്ലാങ്ക് പേപ്പറുകളും മറ്റുമൊക്കെ ഒപ്പിട്ട് വാങ്ങിയെന്നടക്കമുള്ള ചില ആരോപണങ്ങൾ, ചില പരാതികളൊക്കെ ജിദ്ദയിൽ ഉയർന്നിരുന്നു. ഒപ്പം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളും ഇദ്ദേഹത്തിനെതിരെ ഉയർന്നുണ്ട്. പ്രത്യേകിച്ചും വയനാട്ടിൽ ഒരു കോളേജിന് വേണ്ടി 10 ഏക്കർ സ്ഥലം കച്ചവടം നടത്തുകയും പിന്നീട് ആ സ്ഥലം വിട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്തു എന്നടക്കമുള്ള ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. ഈ സ്ഥലക്കച്ചവടത്തിൻ്റെ പേരിൽ തന്നെ വലിയ ഇടപാടുകൾ നടത്തുന്നുണ്ട്. ഏതാണ്ട് 2000 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നു എന്ന ചില ആരോപണങ്ങൾ ഉയർന്നുണ്ട്. വൻകിടരായ അല്ലെങ്കിൽ വൻതോക്കുകളായ ചില ബിസിനസ്സുകാരുമായി ചില രാഷ്ട്രീയക്കാരുമൊക്കെയായി ഇദ്ദേഹം ഈ ഇടപാടുകളിൽ ബന്ധപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അവരുമായി ചില കേസുകൾ ഇപ്പോൾ തന്നെ നടത്തുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടൊക്കെ പലരുമായും ചില ഇടപാടുകൾ നടത്തുന്നുണ്ട്. സാമ്പത്തിക തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരം തർക്കങ്ങളുമായി ബന്ധപ്പെട്ട
ഇടപാടുകൾക്കൊടുവിലാണ് ഇത്തരമൊരു കൊട്ടേഷനിലേക്ക് നീങ്ങിയത്. അതിൽ ഏത് സ്ഥലത്തു നിന്നുള്ള കൊട്ടേഷനാണ് എന്നാണ് നമുക്ക് വ്യക്തമായി ഇനി അതാണ് അനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഇത്തരം ആരോപണങ്ങളൊക്കെ ഈ മുഹമ്മദ് അലിക്കെതിരെയും നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നാലെയാണ് ഇതുപോലുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കഥകൾ, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ പുറത്തു വരുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടാകാം മുഹമ്മദ് അലി യഥാർത്ഥ വസ്തുതകൾ പലതും മറച്ചു വയ്ക്കുന്നതെന്ന സംശയം പോലീസിനുമുണ്ട്. അന്വേഷണ സംഘം ആ തലങ്ങളിലേക്കും അന്വേഷണം നടത്തുന്നുണ്ട്. അനീഷിലേക്ക് തിരികെ എത്താം. അതിനു മുൻപ് മുഹമ്മദ് അലി ഈ തട്ടിക്കൊണ്ടുപോകാൻ പോയ സംഘത്തിൻ്റെ കസ്റ്റഡിയിലായിരുന്നപ്പോൾ മകൻ അയച്ച ശബ്ദ സന്ദേശം ഒരിക്കൽ കൂടി കേൾക്കാം. മോനെ അലി, എടാ 70 കോടി ഉറുപ്പ്യ ഞാൻ വളരെ പൈസ പറ്റിയതുണ്ട്. ആ പൈസ ഈ ആൾക്കാർക്ക് കൊടുക്കേ. എൻ്റെ ഒരു തെറ്റ് പറ്റിയതാണ്. എടാ അലി, ആ പൈസ ഓർക്ക് കൊടുക്ക്. പോലീസുകാരെ പിന്നാലെ പോയിട്ട് ഒരു കാര്യമല്ല, ഒരു ന്യൂസിലും കാര്യത്തിലും ഒന്നും വേണ്ട. ഓർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കണ. ഓർക്ക് ഞാൻ കൊടുക്കേണ്ട പൈസയാണ്. ഓലെ ഞാൻ കുറേ കഷ്ടപ്പെടിച്ചിട്ടുണ്ട്. അതാണ് 70 കോടി കൊടുത്തിട്ട്. അല്ലാ, പോലീസിൻ്റെ പിന്നാലെ ന്യൂസിലും മറ്റോടത്തും ഒന്നും ഇനി പോയിട്ട് ഒരു കാര്യമല്ല. അല്ലാ. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അനീഷ്, നമുക്കറിയാം ഈ കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ല കേന്ദ്രീകരിച്ച് തട്ടിക്കൊണ്ടുപോകലും മർദ്ദനവും കൊലപാതകവുമൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ല. ഏറ്റവും ഒടുവിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ മാമിയുടെ തിരോധാനത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. മാമി എവിടെയെന്നറിയില്ല, തട്ടിക്കൊണ്ടുപോയത് ആരെന്നറിയില്ല. പോലീസ് അതിൻ്റെ അന്വേഷണം വഴിമുട്ടിയ സാഹചര്യം. മാത്രമല്ല, ഇതിനു മുൻപ് നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സമാനമായ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളെ തുടർന്ന്, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളെ തുടർന്ന്, സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നുള്ള തട്ടിക്കൊണ്ടുപോകൽ, ഒടുവിൽ കൊലപാതകത്തിൽ വരെ കലാശിച്ച സംഭവം. കഴിഞ്ഞ വർഷം കോഴിക്കോട് താമരശ്ശേരിയിൽ ഷാഫി എന്ന ചെറുപ്പക്കാരനെ തട്ടിക്കൊണ്ടുപോയത് അതും വിദേശ രാജ്യത്തുണ്ടായ ഒരു വലിയ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിഹിതത്തെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു ഷാഫിയുടെ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ. അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നു. കാരണം പോലീസിന് പോലും പിടികൊടുക്കാതെ ഈ കൊട്ടേഷൻ സംഘങ്ങൾ, ഗുണ്ടാ സംഘങ്ങൾ വലിയ രീതിയിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ യഥാർത്ഥ പ്രതികളിലേക്ക്, കൊട്ടേഷൻ ഏറ്റെടുക്കുന്നവരിലേക്കോ കൊട്ടേഷൻ നൽകുന്നവരിലേക്കും അന്വേഷണം എത്താത്ത സാഹചര്യം ഉണ്ടാകുന്നത്? അത് പോലീസിൻ്റെ പിടിപ്പുകേടല്ലേ അനീഷ്? തീർച്ചയായും ടോം, കഴിഞ്ഞ കുറച്ച് നാളുകളായി നോക്കിയാൽ മലബാർ മേഖലയിൽ പ്രത്യേകിച്ചും 3 തരത്തിലാണ് ഇത്തരം ഇടപാടുകൾ അല്ലെങ്കിൽ കൊട്ടേഷൻകാർ ഇടപെടുന്നത്. ഒന്ന്, ഈ സ്വർണം പൊട്ടിക്കൽ തന്നെയാണ്. വിമാനത്താവളത്തിൽ നിന്നും ഒരു നിർദ്ദിഷ്ട സ്ഥാനത്തേക്ക് എത്തുന്ന സ്വർണം ഈ കൊണ്ടുപോകുന്ന ആളുകളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് മറ്റൊരു സംഘം വന്ന് ഈ സ്വർണം തട്ടിക്കൊണ്ടുപോകുന്നു. അതാണ് പൊട്ടിക്കൽ പറയുന്നത്. ഈ പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് കിടമത്സരങ്ങൾ, ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോരുകൾ എന്നിവയൊക്കെ, ഈ കള്ളക്കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള പോരൊക്കെ പലപ്പോഴും കടുക്കുമ്പോൾ ഇതിനൊടുവിൽ ഇവർ ചുമതലയേൽപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള കൊട്ടേഷൻ സംഘങ്ങളെയാണ്. 2, ഈ കുഴൽപ്പണ ഇടപാടുകൾ. അതായത് ഒരു സ്ഥലത്ത് നിന്നും നിയമവിരുദ്ധമായ അല്ലെങ്കിൽ നിയമവിധേയ മാർഗത്തിൽ കൂടി അല്ലാത്ത പണം മറ്റൊരിടത്തേക്ക് എത്തിക്കുന്ന ഇടപാടുകൾ. അത് കേരളത്തിൽ മാത്രമല്ല, പുറത്തുനിന്ന് എത്തിക്കുന്ന പണം ഇവിടെ ഒരാളെ ഏൽപ്പിക്കുന്നു, അത് മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. അങ്ങനെയുള്ള നിയമവിരുദ്ധമായ ഇടപെടൽ. അത്തരം ഈ കുഴൽപ്പണ ഇടപാടുകളിലും പുറത്തുനിന്നുള്ള ആളുകൾ എത്തുന്നു. അവർ ഈ പണം തട്ടിക്കൊണ്ടുപോകുന്ന ഒക്കെ സാഹചര്യം. ഇത് നിയമവിരുദ്ധമായ പണം ആയതുകൊണ്ട് തന്നെ പോലീസിലൊക്കെ പോയി പരാതിപ്പെടാൻ പോലും പറ്റാത്ത സാഹചര്യം. ഒപ്പം ഈ പണത്തിൻ്റെ ഉറവിടം കാണിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. 3ാമതാണ് ഇത്തരം വൻകിട ഭൂമി ഇടപാടുകൾ അല്ലെങ്കിൽ ബിസിനസ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ആളുകൾ തമ്മിൽ ഇടപെടുമ്പോൾ പലപ്പോഴും തട്ടിപ്പിൻ്റെ അംശം അതിലേക്ക് കയറുകയും പണം മടക്കി നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഒരാളെത്തും. അല്ലെങ്കിൽ മനഃപൂർവ്വം പണം മടക്കി നൽകാൻ തയ്യാറാവാതെ വരുന്ന സാഹചര്യം. ഇത്തരം 3 ഇടപാടുകളിലും കൊട്ടേഷൻകാരാണ് പിന്നീട് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ ഇടപെടുന്നത്. ഇത്തരം കേസുകൾ
കേസുകളിൽ ഒന്നും, പ്രത്യേകിച്ചും സ്വർണം പൊട്ടിക്കലിലും കുഴൽപ്പണ ഇടപാടുകളിലും ഒന്നും നേരിട്ട് പോലീസിലേക്ക് പോയി പരാതി നൽകാനോ അല്ലെങ്കിൽ തങ്ങൾ നൽകിയ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നേരാണ് എന്ന് ബോധിപ്പിക്കാനോ കഴിയാത്ത സാഹചര്യം. കാരണം 100% നിയമവിരുദ്ധമായ ഇടപെടലുകളാണ് നടക്കുന്നത്. മൂന്നാമതിടത്താണ് അല്പമെങ്കിലും നിയമപരമായ പരിരക്ഷ ഉള്ളത്. പക്ഷേ പലപ്പോഴും നേരിട്ടുള്ള അക്കൗണ്ടുകൾ വഴിയുള്ള പണമായിരിക്കില്ല, അല്ലെങ്കിൽ യഥാർത്ഥ ഇടപാടുകൾക്ക്, നിയമവിരുദ്ധമായ ഇടപാടുകൾക്ക് അപ്പുറമുള്ള വൻ തുക രേഖപ്പെടുത്തുന്ന സാഹചര്യം. അങ്ങനെ അപ്പോഴും അത്തരത്തിൽ നേരിട്ട് ഇടപെടാൻ കഴിയാത്ത സാഹചര്യം വരുന്നു. അവിടെ നിയമപരമായി മുന്നോട്ട് നീങ്ങിയാൽ പിന്നെയും വർഷങ്ങളോളം എടുക്കും, പക്ഷേ പൂർണ്ണമായും പണം തിരിച്ചു കിട്ടാത്ത ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റിൻ്റെ പക്കലേക്ക്, അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘങ്ങളുടെ പക്കലേക്ക് ഇത്തരം ഒത്തുതീർപ്പുകൾ അല്ലെങ്കിൽ ഇത്തരം റിക്കവറികളൊക്കെ ചെല്ലുന്ന സാഹചര്യം. ഇപ്പോൾ പൂർണ്ണമായും ഈ കർണാടക മേഖലയിലുള്ള മംഗലാപുരം അതിർത്തിയിലൊക്കെ ഉള്ള കൊട്ടേഷൻ സംഘങ്ങളാണ് വടക്കൻ കേരളത്തിലെ ഓപ്പറേഷനുകൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിർവഹിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ആരാണ് ഈ സിൻഡിക്കേറ്റിനെ നിയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് സിൻഡിക്കേറ്റിനെ പരിരക്ഷിക്കുന്നത് എന്നൊക്കെ ഇപ്പോഴും ഗോപ്യമായി തന്നെ, അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന രീതിയിൽ തന്നെ ഉണ്ട്. നമുക്ക് ഈ പാലക്കാട്ടെ കേസ് തന്നെ പരിശോധിച്ചാൽ ഈ ആദ്യം ഒരു പ്രതിയെ പിടികൂടുന്നു, പിന്നീട് 3 പ്രതികൾ സ്വമേധയാ പോലീസിലേക്ക് എത്തിപ്പെടുകയാണ്. അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ കേസ് പോലും എടുക്കുന്ന മുമ്പ്, അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ FIR പോലും ഇടുന്നതിന് മുമ്പ് തന്നെ 3 പ്രതികൾ, സാധാരണക്കാരായ ആളുകൾ, കോടതിയിലേക്ക് ചെന്ന് കീഴടങ്ങി പോലീസിൻ്റെ പക്കലേക്ക് പോയി തങ്ങളാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് സമ്മതിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പക്ഷേ അപ്പോഴും നമുക്കറിയാം ഈ കസ്റ്റഡിയിലായ 4 ചെറുപ്പക്കാരല്ല ഇതിൻ്റെ ബുദ്ധി കേന്ദ്രം. സർവ്വസജ്ജമായ സന്നാഹങ്ങളോടെ വലിയ രീതിയിലുള്ള ഒരു ഓപ്പറേഷനോട് കൂടിയൊക്കെയാണ് ഈ കൊട്ടേഷൻ സംഘങ്ങൾ എത്തുകയും ഈ ആളുകളുമായി മടങ്ങി പോവുകയും ഒക്കെ ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ വിവാദത്തിലാകുമ്പോൾ, അല്ലെങ്കിൽ ആളുകൾ മരിക്കുമ്പോൾ, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ, ബന്ധുക്കൾ പുറത്ത് പറയുമ്പോഴൊക്കെ മാത്രമാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും അറിയുന്നത്. ഇതല്ലാതെ തന്നെ സെറ്റിൽ ചെയ്യുന്ന ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട്. ഈ മുഹമ്മദ് അലിയുടെ കേസാണെങ്കിൽ പോലും മകൻ ഒരുപക്ഷെ 70 കോടി രൂപ നൽകിയിരുന്നെങ്കിൽ ഇയാളെ വെറുതെ വിട്ട് ഇയാൾ പുറത്തേക്ക് വരികയും ഇയാളത് പുറത്ത് പറയാതെ ഇരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ വിവരങ്ങൾ പുറത്തേക്കുന്നത്. അതുകൊണ്ട് വലിയ ഒരു സിൻഡിക്കേറ്റ് തന്നെയാണ് മലബാർ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. കർണാടകത്തിൽ നിന്നുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് ഇതിന് പിന്നിലുള്ളതും. പക്ഷെ നമുക്കറിയേണ്ടത് ആരാണ് അതാണ് അനീഷ് സൂചിപ്പിക്കുന്നത് പോലെ വലിയൊരു സംഘം തന്നെ ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട സംഭവമല്ല മുഹമ്മദ് അലിയുടെ തട്ടിക്കൊണ്ടുപോകൽ. ഒരുപക്ഷേ അനീഷ് നേരത്തെ വ്യക്തമാക്കിയ കാര്യമുണ്ട്. ഈ മുഹമ്മദ് അലിയുടെ മകൻ ആ 70 കോടി രൂപ നൽകിയിരുന്നുവെങ്കിൽ ഈ സംഭവങ്ങളൊന്നും പുറലോകം അറിയില്ലായിരുന്നു. ഒരുപക്ഷെ കോഴിക്കോട് താമരശ്ശേരിയിലെ ഷാഫിക്ക് സംഭവിച്ചതും അതുതന്നെയാണ്. ഷാഫി രക്ഷപ്പെട്ടു. ഷാഫിയെ ആ കൊട്ടേഷൻ സംഘം മോചിപ്പിച്ചു. അതിനുശേഷം പരാതിയോ മറ്റു നടപടികളോ ഉണ്ടായില്ല. യഥാർത്ഥ കൊട്ടേഷൻ ഏറ്റെടുത്തവരിലേക്കും കൊട്ടേഷൻ നൽകിയവരിലേക്കും അന്വേഷണം എത്തിയില്ല. കാരണം ഷാഫി തന്നെ അക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ല. അതിന് പിന്നിലും ഉള്ള കാരണം അന്ന് കൊട്ടേഷൻ എന്തുകൊണ്ടാണ് ഏറ്റെടുത്തത്, ആ പറഞ്ഞുറപ്പിച്ച തുക ഷാഫി നൽകിയതാകാം. അതുപോലെ പല സംഭവങ്ങളും. പക്ഷെ ഇവിടെയും ഇന്നും ദുരൂഹമായി നിലനിൽക്കുന്നത് കോഴിക്കോട്ടെ മാമിയുടെ തിരോധാനമാണ്. അതിനു പിന്നിലും റിയൽ എസ്റ്റേറ്റ് ഇടപാടായിരുന്നു. പക്ഷേ മാമിയയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുന്നു. മാമിയുടെ കുടുംബം ഇപ്പോഴും നിയമ പോരാട്ടത്തിലുമാണ്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപാണ് മുഖ്യ ശത്രുവെന്ന് കോടതിയിൽ മൊഴി നൽകിയ അതിജീവിത. തനിക്ക് സിനിമയ്ക്കകത്തോ പുറത്തോ മറ്റ് ശത്രുക്കളില്ല. കാവ്യവുമായുള്ള ബന്ധം മഞ്ജു വാര്യരോട് പറഞ്ഞത് താനാണെന്ന് ദിലീപ് സംശയിച്ചു. മഞ്ജുവിനോട് ഇക്കാര്യം മാറ്റി പറഞ്ഞില്ലെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്താക്കുമെന്ന് ദിലീപ് ഭീഷണിപ്പെടുത്തിയിരുന്നതായും മൊഴിയിലുണ്ട്. കോടതി ഉത്തരവിലാണ് ഇക്കാര്യങ്ങളുള്ളത്. നടിയെ ആക്രമിച്ച കേസിലെ വിവാദമായ ഒന്നായിരുന്നു വ്യാജ വാട്സാപ്പ് ഗ്രൂപ്പ്. തനിക്കെതിരെയാണ് ഗൂഢാലോചന നടക്കുന്നതെന്ന് തെളിയിക്കാൻ ദിലീപ് തന്നെയായിരുന്നു ദിലീപിനെ പൂട്ടണമെന്ന ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഗ്രൂപ്പിന്റെ വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് പങ്കുവച്ച ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവരെ വിസ്തരിച്ചില്ലെന്നും കോടതിയുടെ ഉത്തരവിലുണ്ട്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രനും രഞ്ജിത്ത് രാമചന്ദ്രനും ചേരുന്നു. ആദ്യം ആജ്ഞയിലേക്കാണ്. ആജ്ഞ, ഈ കേസിൽ, ഈ നടിയാക്രമണ കേസിൽ അതിജീവിതയുടെ മൊഴി, അതായത് തനിക്കുള്ള ശത്രു ദിലീപാണ്, മറ്റു ശത്രുക്കൾ സിനിമയിലും പുറത്തുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നടിയാക്രമണത്തിന് പിന്നാലെ ദിലീപിനെ സംശയിക്കാനുള്ള കാരണം. പക്ഷേ ഈ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു മഞ്ജുവാരുടെ മൊഴിയും അതോടൊപ്പം അതിജീവിതയുടെ മൊഴിയും കോടതി വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കേസിൽ ദിലീപിനെ
കുറ്റമുക്തനാക്കാനുള്ള കാരണവും എന്താണ് അതിജീവിത വിചാരണയ്ക്കിടെ കോടതിയിൽ വ്യക്തമാക്കിയത്? ടോം, നേരത്തെ തന്നെ അതായത് തന്നെ നിരവധി സിനിമകളിൽ നിന്നും മാറ്റുന്നുണ്ട് എന്നൊരു പരാതി അതിജീവിതം ഉന്നയിച്ചിരുന്നു. ആ ഘട്ടത്തിലൊക്കെ അതിജീവിത പല മാധ്യമങ്ങൾക്കും ഇന്റർവ്യൂ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ മലയാള സിനിമയിൽ നല്ല അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ഈ കേസിന്റെ ഘട്ടം വന്നപ്പോഴാണ് തന്നെ മലയാള സിനിമയിൽ നിന്നും മാറ്റുന്നു, അങ്ങനത്തെ ചില സാഹചര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് പിന്നീട് ഈ ലാലിന്റെ മകൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമയിൽ നായികയായിട്ട് വരുന്നൊരു സാഹചര്യം, ഹണീബി എന്ന സിനിമയിൽ നായികയായി വരുന്നൊരു സാഹചര്യം. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇത് ദിലീപിന്റെ അടുത്ത സുഹൃത്താണല്ലോ, അല്ലെ അടുത്ത ആളുകളാണല്ലോ, ഇവരോട് ആരോടും ദിലീപ് ഇത്തരത്തിൽ ഈ നടിയെ മാറ്റി നിർത്താൻ ആവശ്യപ്പെട്ടില്ലല്ലോ എന്നുള്ള ചോദ്യമൊക്കെ കോടതി ചോദിക്കുകയും ചെയ്തിരുന്നത്. അത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം തന്നെ അതിജീവിതയെ വിശ്വാസത്തിലെടുക്കാനാകില്ല, ദിലീപ് ഭീഷണിപ്പെടുത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് കോടതി അത്തരത്തിലൊരു നിഗമനത്തിലെത്തിയത്. അതായത് അതിജീവിത വ്യക്തമാക്കുന്നത് ദിലീപിന് തന്നോട് ശത്രുത ഉണ്ടായത് ഇത്തരത്തിൽ കാവ്യമാധവനും മഞ്ജുവാര്യരും ദിലീപും കൂടിയുള്ള ബന്ധം മഞ്ജുവാര്യരെ അറിയിച്ചതാണ് തന്നോടുള്ള ശത്രുതയ്ക്ക് കാരണമെന്നാണ് നടി പറഞ്ഞു വെക്കുന്നത്. ആ സാഹചര്യം ഉൾക്കൊള്ളാനുള്ള തെളിവുകൾ അല്ലെങ്കിൽ അത് തെളിയിക്കാനുള്ള സാഹചര്യങ്ങൾ കോടതിയിൽ നിരത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് തന്നെയായിരുന്നു നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കോടതി വിധിന്യായത്തിൽ അങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായി അതിജീവിതയെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ദിലീപ് ഭീഷണിപ്പെടുത്തി എന്നുള്ള സാഹചര്യം വ്യക്തമാക്കാനായിട്ടില്ല, അതിന് തെളിവുകളും സാക്ഷികളും ഇല്ല എന്ന് കോടതി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ചും ഈ നടിയെ പല സിനിമകളിൽ നിന്നും മാറ്റുന്നു, അതിന് ദിലീപ് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ദിലീപ് പലരോടും അത്തരത്തിൽ നടിക്ക് സിനിമകളിൽ അവസരം നൽകരുത് എന്നുള്ള കാര്യം ആവശ്യപ്പെടുന്നു എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും പരാതിയിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതൊരു ആരോപണത്തിലുണ്ടായിരുന്നത്. ആ ആരോപണങ്ങൾ ശരിയല്ല എന്ന തരത്തിലാണ്. അതായത് അതിജീവിത ആ കാലഘട്ടത്തിൽ, അതായത് ഈ ആക്രമിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപുള്ള കാലഘട്ടത്തിലൊക്കെ നൽകിയിരിക്കുന്ന ഇന്റർവ്യൂകളിലൊക്കെ ഇതുപറ്റി പറയുന്നത് മലയാള സിനിമയിൽ നല്ല അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും അതിന്റെ കോർ കണ്ടന്റ് എന്ന് പറയുന്നത്. അത് പറയുന്ന സാഹചര്യത്തിൽ ഒരു ഘട്ടത്തിൽ പോലും നടി ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നില്ല. ദിലീപ് തന്റെ ശത്രുവാണെന്നല്ല, ദിലീപിന് തന്നോട് ശത്രുതയുണ്ടെന്നോ, അല്ലെങ്കിൽ ദിലീപ് തന്നെ സിനിമകളിൽ നിന്ന് മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. അതുമാത്രമല്ല, ഇത് സ്ഥിരീകരിക്കാൻ ദിലീപ് ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ നടി പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. നടിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതിന്റെ തെളിവുകളോ സാക്ഷികളോ ഇല്ല എന്ന അടിവരയിട്ടാണ് അക്കമിട്ട് നിർത്തിക്കൊണ്ട് തന്നെയാണ് വിധിന്യായത്തിൽ കോടതി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായതിപ്പോ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തനിക്കെതിരായ ഗൂഢാലോചന നടക്കുന്നുവെന്ന് തെളിയിക്കാൻ ദിലീപ് തന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം. അതായത് ദിലീപിനെ പൂട്ടണം എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കോടതി ചില അവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ഗ്രൂപ്പിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവെച്ച ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവരെ എന്തുകൊണ്ട് വിസ്തരിച്ചില്ല എന്ന ചോദ്യം ഉൾപ്പെടെ കോടതി ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കും എത്താം ഇടവേളയ്ക്ക് ശേഷം. നടിയാക്രമണ കേസിലെ വിധിപ്പകർപ്പ് പുറത്തു വരുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും അതിനുള്ളിലുണ്ട്. അതായത് അതിജീവിതയുടെ മൊഴി, കോടതി അതിൽ സംശയം പ്രകടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും, അതോടൊപ്പം നടൻ ദിലീപിന് എന്തുകൊണ്ടായിരുന്നു അതിജീവിതയുടെ ശത്രുത ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ട വിവരങ്ങളിൽ മഞ്ജു വാര്യരുടെ മൊഴിയിലുൾപ്പെടെ കോടതി ചില അവിശ്വാസം പ്രകടിപ്പിച്ച കാര്യമുണ്ട്. ഇതിപ്പോൾ അതിജീവിതയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രനിലേക്ക് കൂടി. രഞ്ജിത്ത്, ഇവിടെ ഈ അതിജീവിത മുഖ്യശത്രു ദിലീപാണെന്ന് കോടതിയിൽ പറയുന്നു. അതുകൊണ്ടാണ് തന്നെ ആക്രമിച്ചതെന്ന് വ്യക്തമാക്കുന്നു. പ്രോസിക്യൂഷൻ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഓരോന്നും കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പക്ഷേ അത് കോടതിക്ക് അത്ര വിശ്വാസയോഗ്യമായി കോടതി കണ്ടില്ല. മാത്രമല്ല, ദിലീപിനെ പൂട്ടണമെന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്, അത് പ്രോസിക്യൂഷൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം അതിന് പിന്നിൽ ദിലീപ് തന്നെ എന്നാണ്. പക്ഷേ ഇക്കാര്യങ്ങളിലും കോടതിക്ക് എന്തെങ്കിലും
കോടതി ഒരു പൂർണ്ണമായും ആ വാദത്തെ വിശ്വാസത്തിലെടുത്തില്ലെന്നാണോ മനസ്സിലാക്കേണ്ടത്? കാരണം ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവരെ എന്തുകൊണ്ട് വിസ്തരിച്ചില്ല എന്നൊരു ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ടല്ലോ കോടതി. നമുക്ക് അതിജീവിതയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് തന്നെ വരാം ടോം. ആദ്യം കാരണം 2017 ജൂൺ മാസം 6-ാം തീയതിയാണ് അതിജീവിതയുടെ മൊഴി കോടതി രേഖപ്പെടുത്തുന്നത്. കോടതി അത് കൃത്യമായി പറയുന്നുണ്ട്. അന്ന് അവർ വലിയ മാനസികമായും ശാരീരികമായും വലിയ സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് വളരെ സമാധാനത്തോടെ സാവധാനമാണ് അവരുടെ മൊഴി കേട്ടത്. ആദ്യം മുതൽ തന്നെ അതിജീവിത പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്റെ മുഖ്യ ശത്രു, തന്റെ ഒരേ ഒരു ശത്രു ദിലീപാണ് എന്നാണ്. കാരണം ദിലീപ് മറ്റൊരു ശത്രു തനിക്കില്ല. സിനിമാ രംഗത്തായാലും പുറത്തായാലും തനിക്ക് മറ്റൊരു ശത്രുവില്ല. ഒരേ ഒരു ശത്രു ദിലീപാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. ദിലീപ് ഈ സംഭവം കുറ്റകൃത്യം നടന്ന ആ ദിവസം തന്നെ തനിക്ക് വ്യക്തമായിരുന്നു ദിലീപാണ് ഇതിന് പിന്നിൽ. ഇത് തന്റെ സഹോദരനോട് താൻ പങ്കുവെക്കുകയും മറ്റും ചെയ്തു. അത് സഹോദരൻ അത് മനസ്സിലാക്കുകയും ആ തരത്തിൽ മറ്റു ചില ആൾക്കാരോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുകയും മറ്റും ചെയ്തു എന്ന് വളരെ കൃത്യമായി തന്നെ അതിജീവിത മൊഴി കൊടുത്തിട്ടുണ്ട്. മൊഴിയുമായി ബന്ധപ്പെട്ട നമുക്കറിയാം ഏതാണ്ട് 1870 പേജുള്ള ഒരു മൊഴി ആണ് ഇത്. ഇതിൽ ഏതാണ്ട് 271 പേജ് മുതലാണ് ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മൊഴിയുമായി ബന്ധപ്പെട്ട കാര്യം പബ്ലിക് ഡോക്യുമെന്റ് ആണ്. നമുക്കത് പറയുന്നതിനകത്ത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അവിടെയാണ് ഈ പറഞ്ഞതുപോലെ തുടർന്നാണ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് താന് 8ഓളം സിനിമകളിൽ താന് ദിലീപിന്റെ നായികയായി അഭിനയിച്ചിട്ടുണ്ട്. ആ പല സിനിമകളും സൂപ്പർ ഹിറ്റായിട്ടുള്ള സിനിമകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. തുടക്കം മുതൽ തന്നെ സിനിമയിൽ വന്ന കാലം മുതൽ തന്നെ കാവ്യ മാധവനും ദിലീപുമായുള്ള ബന്ധം സിനിമ ഇൻഡസ്ട്രിയിലുള്ള തനിക്കറിയാമായിരുന്നു. ഒപ്പം സിനിമ ഇൻഡസ്ട്രിയിലുള്ള മിക്ക ആളുകൾക്കും അറിയാമായിരുന്നു എന്ന് തന്നെയാണ് അതിജീവിത മൊഴി നൽകിയിരിക്കുന്നത്. അത് കോടതി പിന്നീട് ക്രോസ് വിസ്താരത്തിലൊക്കെ രാമൻപിള്ള അത് കൃത്യമായി ചോദിക്കുന്നതും മറ്റും ഉണ്ടായിരുന്നു എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് പിന്നീടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യർ തന്നെ സമീപിക്കുകയും ഇത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തതയുണ്ടോ എന്ന് ചോദിക്കുന്നത്. അതിനു മുൻപ് 2010 നടന്ന ഒരു സ്റ്റേജ് ഷോയിൽ, അത് അമേരിക്കയിൽ നടന്ന ഒരു സ്റ്റേജ് ഷോയാണ്. ആ സ്റ്റേജ് ഷോയിൽ പങ്കെടുത്ത ആളുകളിൽ പ്രധാനികൾ കാവ്യ മാധവൻ ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, കാവ്യ അമ്മയുണ്ടായിരുന്നു, റിമി ടോമി അതിൽ പങ്കെടുത്തിരുന്നു, ഒപ്പം നാദിർ ഷാ ഉണ്ടായിരുന്നു, ദിലീപ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ ഈ റിമി ടോമിയും താനും ഒക്കെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന സമയമാണ്. ആ സമയത്ത് ദിലീപും കാവ്യ മാധവനും പലപ്പോഴും റൂമിലേക്ക് വരുമ്പോൾ റിമി ആദ്യം എഴുന്നേറ്റ് പോകും, അതിനുശേഷം താനും എഴുന്നേറ്റ് പോകേണ്ട ഒരു സാഹചര്യം. കാരണം അവർക്കൊരു പ്രൈവസി വേണമെന്ന തരത്തിൽ പലരും പെരുമാറുന്ന തരത്തിൽ ഉണ്ടായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ധാരണ സിനിമ ഇൻഡസ്ട്രിയിൽ ഉള്ളവർക്കും ഒപ്പം തനിക്കും ഉണ്ടായിരുന്നു ആദ്യം മുതൽ തന്നെ എന്ന് പറയുന്നു. അതിനുശേഷമാണ് മഞ്ജു വാര്യർ വന്ന് സമീപിക്കുകയും മെസ്സേജുകൾ കാണിച്ചു കൊടുക്കുകയും മറ്റും ചെയ്യുന്നത്. ഇത്തരം ചില മെസ്സേജുകളുണ്ട്. അത് രണ്ടുപേരുടെ ഇന്റിമസി സംബന്ധിച്ചുള്ള ചില തെളിവുകളാണ്. അന്ന് മഞ്ജു വാര്യർക്കൊപ്പം ഉണ്ടായിരുന്ന ആള് ഗീത മോഹൻദാസും ഒപ്പം സംയുക്ത വർമ്മയുമാണ്. അപ്പോ ഈ മെസ്സേജുകളെ സംബന്ധിച്ച് ചോദിക്കുന്നു. ആദ്യഘട്ടത്തിൽ താൻ മറുപടി പറയാനായി മടിക്കുന്നു, കാരണം ഒരു പ്രൈവറ്റ് വിഷയമാണല്ലോ. പിന്നീട് തന്റെ പിതാവ് നിർബന്ധിച്ചത് പ്രകാരം കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മഞ്ജു വാര്യരെ ബോധിപ്പിക്കുന്നു എന്ന് നടി മൊഴി നൽകുകയാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴിയായി കോടതിയിൽ അവർ രേഖപ്പെടുത്തിയത്. അതിനുശേഷം പിന്നീട് നടന്ന ഒരു ട്രിപ്പുണ്ട്, ഒരു യൂറോപ്യൻ ട്രിപ്പുണ്ട്. ദിലീപ് ഷോ എന്ന് പറഞ്ഞ യൂറോപ്യൻ ട്രിപ്പാണ്. ആ ട്രിപ്പിൽ വെച്ച് ദിലീപ് ഒരു ബസ് യാത്രക്കിടയിൽ തന്നോട് ഈ കാര്യം ചോദിക്കുന്നുണ്ട്. ചോദിച്ചു കഴിയുമ്പോൾ അതായത് മഞ്ജു വാര്യരുമായി ഇത്തരം കാര്യങ്ങൾ പങ്കുവെച്ചോ എന്ന് ചോദിക്കുന്നു. അത് കൃത്യമായി തന്നെ അക്കാര്യം ചോദിച്ച് പിന്നീട് അത് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി താൻ മാറിയ ഒരു പശ്ചാത്തലം കൂടി നടി വിവരിക്കുന്നുണ്ട്. അതിനുശേഷം ഭീഷണിയായിരുന്നു, സിനിമകളിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വരുന്ന ഒരു സാഹചര്യമുണ്ടായി. പല സിനിമകളിലും താൻ പുറത്തായി. ദിലീപുമായി ബന്ധപ്പെട്ട പല പ്രൊഡ്യൂസർമാരുടെയും സിനിമകളിൽ നിന്ന് ഒഴിവാക്കുന്ന പശ്ചാത്തലമുണ്ടായി. ശ്യാമപ്രസാദിന്റെ ഒരു സിനിമയിൽ നിന്ന് തന്നെ കരാർ ചെയ്തിട്ട് പിന്നീട് പ്രൊഡ്യൂസർ വിളിച്ചിട്ട് തനിക്ക് ഒരുപാട് ശത്രുക്കൾ ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ പിന്നീട് അഭിമുഖീകരിക്കേണ്ടി വന്നു എന്ന് നടി മൊഴിയായി നൽകുന്നുണ്ട്. ടോമ, വ്യക്തമാണ്. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ദിലീപാണ് തനിക്കുള്ള ഏകശത്രു, മുഖ്യ ശത്രു. അതായത് സിനിമയ്ക്കും പുറത്തും മറ്റു ശത്രുക്കളില്ല എന്നായിരുന്നു അതിജീവിത വിചാരണയ്ക്കിടെ കോടതിയിൽ നൽകിയ മൊഴി. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും അറസ്റ്റ്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെയാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തത്.
സ്വർണ്ണക്കൊള്ളയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൈമാറിയ വിവരങ്ങൾ അടിസ്ഥാനത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് SIT തീരുമാനം. ചെന്നിത്തലയ്ക്ക് വിവരങ്ങൾ കൈമാറിയ വ്യവസായിയുടെ മൊഴി അതീവ രഹസ്യമായി അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി. രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെട്ട സംഘത്തിന് ബന്ധമുണ്ടെന്നാണ് ചെന്നിത്തല SITക്ക് മൊഴി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ വ്യവസായിയും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയെന്നാണ് വിവരം. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുന്നു. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ ഈ ശ്രീകുമാറിന്റെ പങ്കെന്താണ്? ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമോ വരും ദിവസങ്ങളിൽ? ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശ്രീകുമാറിന് പ്രത്യേക അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി ശ്രീകുമാർ എത്തിയത്. തുടർന്ന് പ്രാഥമികമായ ചോദ്യം ചെയ്യൽ നടത്തിയതിനു ശേഷമാണ് വിശദമായ ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള തുടർ നീക്കങ്ങൾക്കും വേണ്ടി ശ്രീകുമാറിന്റെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം സ്വർണ്ണപ്പാളി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയപ്പോഴും തിരികെ ശബരിമലയിലേക്ക് എത്തിച്ചപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നത് ശ്രീകുമാർ ആയിരുന്നു. അതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ശ്രീകുമാറിന് ഒഴിഞ്ഞു മാറാൻ കഴിയുമായിരുന്നില്ല. മാത്രവുമല്ല, ശ്രീകുമാറിന്റെ കൂടെ കൃത്യമായ അറിവ് ഈ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു. അതായത് ഇത് സ്വർണം ഉരുക്കി മാറ്റി അതിലൂടെ ഒരു സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള സംഘം നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ച് ശ്രീകുമാറിന്റെ കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അന്വേഷണ സംഘത്തിന് തെളിയിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകളായിരിക്കും വരും ദിവസങ്ങളിൽ നടക്കുക. എന്തായാലും കേസിൽ കൂടുതൽ അറസ്റ്റുകൾ, പ്രധാനപ്പെട്ട ചില അറസ്റ്റുകൾ കൂടി വൈകാതെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്തരം നീക്കങ്ങളിലേക്കാണ് കടന്നിരിക്കുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസമാണ് SITക്ക് മുമ്പിൽ ഹാജരായി നിർണായകമായ ചില വിവരങ്ങൾ കൈമാറിയത്. അതിനു പിന്നാലെയാണ് ഈ വിവരങ്ങൾ രമേശ് ചെന്നിത്തലയോട് പങ്കുവച്ച വ്യവസായിയുടെ മൊഴി അതീവ രഹസ്യമായി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 500 കോടി രൂപ ലക്ഷ്യം ഇട്ടുകൊണ്ടുള്ള ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പാണ് ശബരിമല സ്വർണ്ണക്കൊള്ള സംഘം ആസൂത്രണം ചെയ്തത് എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. അതിന് കാരണമായി ഈ തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതെവിടെയെന്നത് ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തിടത്താണ് ഇതിന് രാജ്യാന്തര സംഘവുമായി ബന്ധമുണ്ട് എന്ന് താൻ പറയുന്ന ആരോപണത്തിന്റെ പ്രസക്തി ഏറുന്നതെന്ന് കൂടി രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ചിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള മൊഴിയാണ് ഈ വ്യവസായിയുടെ പക്കൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണമായിരിക്കും കേസുമായി ബന്ധപ്പെട്ട് SIT നടത്തുക. അടുത്ത ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ക്രിസ്മസ് അവധിക്ക് ശേഷമായിരിക്കും ആ റിപ്പോർട്ട് സമർപ്പിക്കുക. കൃത്യമായി തന്നെ അതുവരെയുള്ള ഈ രമേശ് ചെന്നിത്തല നൽകിയിരിക്കുന്ന മൊഴിയിലെയും വ്യവസായി നൽകിയിരിക്കുന്ന മൊഴിയിലെയും വിശദാംശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിലെ കണ്ടെത്തലുകൾ അടക്കം സീൽ ചെയ്ത കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് വിവരം. വ്യക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. കൊല്ലത്ത് പോലീസുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പോലീസുകാരന് സസ്പെൻഷൻ. നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നവാസിനെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത്. സേനയുടെ അന്തസ്സിന് കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് നവാസിൽ നിന്നുണ്ടായതെന്ന് ഉത്തരവിൽ പറയുന്നു. നവംബർ 6-ാം തീയതി പുലർച്ചെയായിരുന്നു നൈറ്റ് ഡ്യൂട്ടിക്കെത്തിയ വനിതാ പോലീസുകാരിക്ക് നേരെ അതിക്രമം ഉണ്ടായത്. പോലീസുകാരി കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ ചവറ പോലീസ് കേസെടുത്തിരുന്നു. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട് കൊട്ടാരക്കരയിൽ നിന്നും, കൊല്ലത്തു നിന്നും. വിനീഷ്, ഇവിടെ പോലീസ് സേനയ്ക്ക് തൻ്റെ കളങ്കമുണ്ടാക്കുന്ന, നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം, അതായത് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു പോലീസുകാരിൽ നിന്നാണ് സഹപ്രവർത്തകയ്ക്ക് നേരെ, ഒരു സ്ത്രീക്ക് നേരെ, ഒരു വനിതാ പോലീസുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇയാൾക്കെതിരെ കേസെടുത്തു. ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നു. മറ്റ് നടപടികൾ ഇനി എന്തൊക്കെയായിരിക്കും? തീർച്ചയായും ടോം, നവംബർ 6-ാം തീയതിയാണ് ഈ ഒരു കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. പുലർച്ചെയാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് എത്തിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് നേരെയാണ് ലൈംഗികാതിക്രമം നടത്തിയിരിക്കുന്നത്. അത് സഹപ്രവർത്തകനായ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാൾക്കെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായി എന്നുള്ളത് വലിയ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. എന്തായാലും മാതൃകാപരമായ ഒരു വാർത്ത തന്നെയാണ്. കാരണം
ഈ ഒരു സംഭവത്തിന് ഒരു നടപടി ഉണ്ടായി എന്നുള്ളതാണ്. ഈ വനിതാ പോലീസ് നൽകിയ പരാതിയിൽ കൃത്യമായി ഒരു അന്വേഷണം നടത്തി CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു. അതുപോലെ തന്നെ കൃത്യമായി നവാസ് കുറ്റക്കാരനാണെന്ന് ബോധ്യമായതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്തായാലും 2 ദിവസത്തിനകം ഇതിൻ്റെ വിശദമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് പോലീസ് സേനയ്ക്ക് തന്നെ വലിയ കളങ്കം ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പോലീസുകാരുടെ അച്ചടക്ക നടപടി ചോദ്യം ചെയ്യുന്ന തരത്തിൽ ആണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടായിരിക്കുന്നതെന്നുമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്, ഈ ഉത്തരവിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയുണ്ടായി. ഇയാളെ സസ്പെൻഡ് ചെയ്തതായിട്ടുള്ളൊരു സസ്പെൻഷൻ ഓർഡറും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 6-ാം തീയതി നടന്ന സംഭവമാണ്. കൃത്യമായൊരു അന്വേഷണം നടത്തുകയും ചെയ്തു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ഈ 6-ാം തീയതി നടന്ന സംഭവമാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് ഈ സംഭവം നടന്നത് നവംബർ 6-ാം തീയതിയാണ്. ഏകദേശം 1.5 മാസത്തിന് ശേഷമാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാനുള്ള നീക്കം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഇത്രയധികം കാലതാമസം ഉണ്ടായത് വിനീഷ്? ഏറ്റവും നമുക്കറിയാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ അതിജീവിത വലിയ രീതിയിലുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്, നിയമപരമായിട്ട് തന്നെ നിയമ നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനിടയിൽ ചില ഒത്തുതീർപ്പുകൾ ഒക്കെ നടന്നതായിട്ട് ചില സൂചനകളുണ്ട്. ഈ അസോസിയേഷൻ പോലീസ് സേനയിൽ തന്നെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ചില ഒത്തുതീർപ്പുകൾ, പക്ഷേ ഇതിനൊന്നും തന്നെ വഴങ്ങാതെ അവരുടെ മൊഴിയിൽ അവർ ഉറച്ചു നിന്നു. കുറ്റക്കാരനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് തന്നെ ഒരു ആവശ്യവുമായിട്ട് തന്നെ മുന്നോട്ട് പോയി. ഇവരുടെ പരാതിയിൽ തന്നെ അത് സൂചിപ്പിച്ചിരുന്നു. കൃത്യമായി അന്വേഷണം നടത്തണം, തനിക്ക് നീതി ലഭിക്കണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു പരാതിയിലും ഉണ്ടായത്. ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. കമ്മീഷണർക്കാണ്, സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത്. ചവറ പോലീസ് സ്റ്റേഷനിലായിരുന്നു ഇതിൻ്റെ ഒരു അന്വേഷണ ചുമതലയും ഉണ്ടായത്. പക്ഷേ ഈ ഒരു അന്വേഷണം കൃത്യമായി തന്നെ നടന്നു എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്നും അറിയാൻ കഴിയുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ്, സാഹചര്യ തെളിവുകളെല്ലാം തന്നെ പരിശോധിച്ച പോലീസാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. അന്വേഷണ വിധേയമായി തന്നെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളൊരു ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേട്ടോ, എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇയാളെ കാരണം ഇതുപോലെ ഒരു ലൈംഗിക വൈകൃതമുള്ള ഒരു സഹപ്രവർത്തകയ്ക്ക് പോലും ഒരു സുരക്ഷിതത്വം കൊടുക്കാത്ത, അവരെ അതിക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു പോലീസുകാരൻ നീങ്ങിയെങ്കിൽ അയാൾക്കെതിരെ കടുത്ത നടപടിയല്ലേ വേണ്ടത്? സർവീസിൽ പോലും തുടരാൻ അനുവദിക്കാൻ പാടില്ലല്ലോ. അത്തരമൊരു നടപടിയിലേക്ക്, പുറത്താക്കുന്ന നടപടിയിലേക്ക് നീങ്ങുമോ കാര്യങ്ങൾ? തീർച്ചയായും ടോം, ഈ ഒരു സംഭവം വളരെ ഗൗരവകരമാണ്. കാരണം രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് പുലർച്ചെയാണ്, ഏകദേശം ഒരു 6 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ നൈറ്റ് ഡ്യൂട്ടി ചെയ്ത ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ സ്വന്തം സഹപ്രവർത്തകൻ, സംരക്ഷണം നൽകേണ്ട സഹപ്രവർത്തകൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരത്തിലുള്ളൊരു തെറ്റായ ഒരു സമീപനം ഉണ്ടാകുന്നു, ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നു. ഇവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറുന്ന ഭാഗത്ത് വെച്ചിട്ട് ആണ് ഇത്തരത്തിലുള്ള അതിക്രമം നടത്തിയതെന്നാണ് പരാതിയിൽ സൂചിപ്പിക്കുന്നത്. ഇത്തരം പരാതികൾ വളരെ ഗൗരവമുള്ളതാണ്. ഇതിന്റെ ഈ പരാതി വ്യക്തമാണ്, അതീവ ഗൗരവമുള്ള വിഷയമാണ്. കൊല്ലത്താണ് സഹപ്രവർത്തകയ്ക്ക് നേരെ പോലീസുകാരൻ്റെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. ഏതാനും നാളുകൾക്ക് മുൻപ് ഇടുക്കിയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ വനിതാ പോലീസുകാർ വസ്ത്രം മാറുന്ന മുറിയിൽ ഒളിക്യാമറ വെച്ചതിനൊരു പോലീസ് ഉദ്യോഗസ്ഥനെ പിടികൂടിയതാണ്, കേസെടുത്തതാണ്. പിന്നീട് അയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ ഇതുപോലെ ലൈംഗിക വൈകൃതമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഈ സേനയിൽ വെച്ച് പൊറിപ്പിക്കുന്നത് ഈ സേനയ്ക്ക് തന്നെ, ആഭ്യന്തര വകുപ്പിന് തന്നെ നാണക്കേടാണ്. അവർക്കെതിരെ അടുത്ത നടപടി സ്വീകരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ തയ്യാറാകും. പാലക്കാട് വാണിയംകുളത്ത് പെട്രോൾ പമ്പിന് തീ വയ്ക്കാൻ ശ്രമം. ക്യാനിൽ വാങ്ങിയ പെട്രോൾ നിലത്തൊഴിച്ച് തീ കൊളുത്താൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. വാണിയംകുളം ടൗണിലെ KM പെട്രോൾ പമ്പിലാണ് സംഭവം. 3 അംഗ സംഘം ബോട്ടിൽ പെട്രോൾ ആവശ്യപ്പെടുകയും ബോട്ടിൽ ഇല്ലെന്ന് പറഞ്ഞ ജീവനക്കാരനോട് പ്രകോപിതരാകുകയുമായിരുന്നു. സംഭവത്തെ തുടർന്ന് പമ്പ് മാനേജർ ഷൊർണൂർ DYSPക്ക് പരാതി നൽകിയിട്ടുണ്ട്.
വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് പട്ടാമ്പിയിൽ നിന്ന് എം വിഷ്ണു ചേരുന്നു. വിഷ്ണു, ഇതെന്താണ് ഈ പ്രകോപനത്തിന് കാരണം? എന്താണ് ഇവിടെ സംഭവിച്ചത്? ടോം, തിങ്കളാഴ്ച രാത്രി 11 മണിയോട് കൂടിയാണ് ഉണ്ടാകുന്നത്. വാണിയംകുളം ടൗണിൽ പാതയോരത്തുള്ള KM പെട്രോൾ പമ്പിലാണ് ഇങ്ങോട്ട് സംഭവം ഉണ്ടാകുന്നത്. അതായത് രാത്രി ഓട്ടോറിക്ഷയിൽ പെട്രോൾ വാങ്ങാൻ 3 പേരംഗ സംഘം എത്തുന്നു. അവർക്ക് കുപ്പിയിലാണ് പെട്രോൾ വേണ്ടത്, ഓട്ടോറിക്ഷ അടിക്കാനല്ല, കുപ്പിയിലാണ് പെട്രോൾ വേണ്ടത്. കുപ്പിയിൽ പെട്രോൾ വേണമെന്നും ബോട്ടിലും പമ്പുകാർ നൽകണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. ഇവർ മദ്യലഹരിയിലായിരുന്നുവെന്നും പമ്പുകാർ പറയുന്നുണ്ട്. ബോട്ടിൽ പമ്പിലില്ല എന്നും എണ്ണ വേണ്ടവർ, പെട്രോൾ വേണ്ടവർ കൊണ്ടുവരണമെന്നുമാണ് പമ്പിലെ ജീവനക്കാർ ഇവരോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇവർ പമ്പില് തിരഞ്ഞെടുക്കുകയും കുപ്പി ഉണ്ടോ എന്ന് സമയത്ത് തിരഞ്ഞെടുക്കുകയും ഇതിനൊപ്പം തന്നെ ഈ പമ്പ് ജീവനക്കാരെ അസഭ്യം പറയുകയൊക്കെ ചെയ്തിരുന്നു. തുടർന്ന് കുപ്പിയൊന്നും കിട്ടാതായതോടെ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ഒരു ക്യാൻ എടുത്ത് അതിൽ പെട്രോൾ അടിച്ചു തരാൻ പറഞ്ഞു. അപ്പോഴൊക്കെ ഈ ജീവനക്കാരുമായി തട്ടിക്കയറുകയും അസഭ്യം പറയുകയും ചെറുതോതിൽ അക്രമ സംഭവങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. തുടർന്ന് ഈ പെട്രോൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ക്യാനില് പമ്പുകാർ പെട്രോൾ നിറച്ചു നൽകി. എന്നാൽ ഇവർ ഭയങ്കര പ്രകോപിതരായിരുന്നു. ഇവർ ഈ ക്യാനിലെ നിറച്ച പെട്രോളിൽ കുറച്ച് ഈ ഡിസ്ട്രിബ്യൂഷൻ മെഷീന്റെ തൊട്ട് താഴെ ഒഴിച്ച് തീ കൊളുത്തുമെന്നും പമ്പ് കത്തിക്കുമെന്നും ഒക്കെ ആക്രോശിക്കുകയും ജീവനക്കാരെയോട് തട്ടിക്കയറുകയും അസഭ്യം പറയുകയും തീപ്പെട്ടി കത്തിക്കാനുള്ള ശ്രമം നടത്തുകയുമാണ് ചെയ്തത്. ഈ സമയം പെട്രോൾ ജീവനക്കാരൊക്കെ തമ്മിൽ സംസാരമുണ്ടായിരുന്നു. തുടർന്ന് തീ കത്തിച്ചൊന്നുമില്ല. ഇവർ ഭീഷണിക്കും ഇതിനൊക്കെ എതിരായിട്ട് പമ്പിലെ ജീവനക്കാർ ഷൊർണൂർ ഡിവൈഎസ്പിക്ക് CCTV ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയിട്ടുണ്ട്. ഷൊർണൂർ പോലീസ് പരാതി ഫയലിൽ സ്വീകരിച്ച് അന്വേഷണം നടത്തി വരുന്നുണ്ട്. വാഹനങ്ങളടക്കമുള്ള നമ്പറുകൾ വെച്ച് പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. വ്യക്തമാണ്. എം വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം വേങ്ങരയിലെ ഭർത്തൃ വീട്ടിൽ കണ്ണീരും ദുരിതവുമായി ജീവിച്ച ഒരു യുവതിയുടെ കഥ. അവളുടെ പേര് ജലീസ, വയസ്സ് 31. ഭർത്താവ് വിദേശത്താണ്. താങ്ങും തണലുമില്ലാതെ അവൾ ഭർത്തൃ വീട്ടിൽ കുറേ ദുരിതം അനുഭവിച്ചു. ഭർത്തൃമാതാവിൻ്റെ കുറ്റപ്പെടുത്തലുകൾ, അവിടെ നേരിട്ട ഒറ്റപ്പെടൽ, സങ്കടം പറഞ്ഞാൽ കേൾക്കാൻ പോലും ആരുമില്ല. കഴിഞ്ഞ ദിവസം ഭർത്തൃമാതാവ് അകാരണമായി ജലീസയെ ശകാരിച്ചു, മാനസികമായി കുറേ പീഡിപ്പിച്ചു. അവൾക്കത് താങ്ങാവുന്നതിനും അപ്പുറമുള്ള വേദനയായിരുന്നു. ഒടുവിൽ ജലീസ തീരുമാനിച്ചു സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ. മിനിക്കാപ്പ് സ്വദേശിനി ജലീസയെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് യുവതിയുടെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പല ദുരൂഹതകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്താണ് ജലീസയുടെ കുടുംബം പറയുന്നത്? ഈ ഭർത്തൃമാതാവുമായി വഴക്കിട്ടതിന് തൊട്ടു പിന്നാലെ സ്വയം ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു ജലീസ. അതിനപ്പുറം മറ്റെന്തെങ്കിലും കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ? നമ്മൾ ജലീസയുടെ കുടുംബവുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഭർത്തൃ വീട്ടിൽ നിരന്തരമായി ഇവർ പീഡനത്തിന് ഇരയായിരുന്നു, മാനസിക പീഡനം. അതുപോലെ തന്നെ ഭർത്താവിന്റെ സഹോദരിമാർ അവർ നിരന്തരം ജലീസയെ ബുദ്ധിമുട്ടിച്ചിരുന്നു. വീട്ടിലെ ജോലികളും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഇത്തരത്തിൽ ഒരു തരത്തിൽ അവിടെ നിൽക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള സാഹചര്യം ഇവർ തീർത്തിരുന്നു. വിദേശത്തുള്ള ഭർത്താവിനെ ഇത് അറിയിക്കുമ്പോൾ അദ്ദേഹം ഇടപെടുന്നുണ്ട് നിസാർ. പക്ഷേ നാട്ടിലില്ലാത്തതുകൊണ്ട് പൂർണ്ണമായും പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യം. ഈ ഭർത്തൃമാതാവിന്റെയും സഹോദരിമാരുടെയും മാനസികമായിട്ടുള്ള ഈ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്ന് വേണം കരുതുവാൻ. അവർ സ്വയം മരിച്ചു എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള പോലീസിന്റെ വിലയിരുത്തലെന്നാണ് കുടുംബം പറയുന്നത്. പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ അങ്ങനെ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. മൃതദേഹത്തിന്റെ കാല് നിലത്ത് തട്ടിയ നിലയിലായതുകൊണ്ട് തന്നെ ഇതിൽ ചില ദുരൂഹതകൾ ഉണ്ടായിരുന്നെങ്കിലും സ്വയം ജീവനൊടുക്കി എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കുടുംബം നൽകിയ പരാതിയിൽ പോലീസിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഗാർഹിക പീഡനത്തിന് കേസെടുത്തിട്ടുണ്ട്. ആരെയെല്ലാം പ്രതി ചേർക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട പോലീസിനോട് നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. പക്ഷേ അന്വേഷണത്തിന്റെ തുടക്കത്തിലാണ്. വിശദാംശങ്ങൾ ഇപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്ന സാഹചര്യമല്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. പരാതിയിന്മേൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് പോലീസും. ആർക്കെതിരെയാണ്? കാരണം ഈ ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് അത്തരം പ്രശ്നങ്ങളില്ല. ഭർത്താവിന്റെ കുടുംബാംഗങ്ങളാണ് ജലീസയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ
ഈ കുടുംബത്തിൻ്റെ ആവശ്യം ആർക്കെതിരെ നടപടി സ്വീകരിക്കണം, കേസെടുക്കണമെന്നാണ്. അത്തരമൊരു നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ? ഈ ഭർത്താവിന്റെ മാതാവ്, സഹോദരിമാർ, അവർക്കെതിരെയാണ് കുടുംബത്തിന്റെ പ്രധാനമായിട്ടുള്ള ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളൊക്കെ അവരുടെ കൈവശമുണ്ട് എന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. പോലീസിന് കൈമാറുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ ആരോപിക്കുന്ന പോലെ സഹോദരിമാർക്കും മാതാവിനെതിരെ ആയിരിക്കും കേസെടുത്ത് നടപടികളുമായി മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ ഇത് സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്നും അത്തരത്തിലൊരു വിശദീകരണം ലഭിച്ചിട്ടില്ല. കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, പരാതി ലഭിച്ച് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നൊരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് നമുക്കറിയാം, സാധാരണഗതിയിൽ ഇത്തരം കേസുകളൊക്കെ വരുമ്പോൾ ആദ്യഘട്ടത്തിൽ ഈ പരാതികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം, അതിന് പിന്നാലെ പോലീസിന്റെ നടപടികൾ, പരാതിക്കാർ നിരന്തരം ബന്ധപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയില്ലെങ്കിൽ പതിയെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഇതിൽ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. നിലവിൽ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷണത്തിന് ശേഷമേ വ്യക്തമാവുകയുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം വേങ്ങര സ്വദേശിനി ജനീഷയുടെ മരണത്തിലാണ് ദുരൂഹത കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. ഭർത്താവിൻ്റെ ഉമ്മയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതേ തുടർന്ന് ജലീസ ജീവനൊടുക്കുകയായിരുന്നു. കുറേ നാളുകളായി ഭർത്തൃ വീട്ടിൽ ദുരിതം അനുഭവിച്ച് കഴിയുകയായിരുന്നു. ഭർത്താവിനോട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലുണ്ടായില്ല. അല്ലെങ്കിൽ ഈ ഭർത്താവ് പറഞ്ഞിട്ടും കുടുംബാംഗങ്ങൾ കേട്ടില്ല എന്ന പരിഭവമൊക്കെ ജലീസ സ്വന്തം വീട്ടുകാരോട് പങ്കുവച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ദുരിത ജീവിതം അവസാനിപ്പിക്കാൻ ജലീസ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഭർത്തൃ വീട്ടിൽ തൂങ്ങിയ മരിച്ച നിലയിൽ യുവതിയെ കണ്ടെത്തിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.